KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മേക്ക് ഇൻ ഇന്ത്യ സെന്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച കടയടപ്പ് സമരം. മലയാളത്തിന്റെ കാവ്യവിസ്മയം ONV കുറുപ്പ് അന്തരിച്ചു. പാകിസ്ഥാന് യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിനെതിരെ ഇന്ത്യ. 6 ദിവസത്തെ സന്ദർശനത്തിനായി നേപ്പാൾ പ്രധാനമന്ത്രി ഈ മാസം 19-ന് ഇന്ത്യയിലെത്തും. കേരളത്തിലെ പ്രഥമ ആത്മീയ ഭൌതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമായ അരീക്കോട് മജ്മഅ് സമ്മേളനം നാളെ ആരംഭിക്കും. ബംഗാളിൽ കോൺഗ്രസുമായി CPIM സഖ്യമില്ല, വാർത്ത കെട്ടിച്ചമച്ചതെന്ന് പിണറായി വിജയൻ. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടാൻ ആഹ്വാനം ചെയ്ത് ഇന്ത്യ UAE സംയുക്ത പ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. പാകിസ്ഥാന് F-16 യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. അമേരിക്കയുടെ തീരുമാനം നിരാശാജനകമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കൻ സ്ഥാനപതിയെ വിളിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഭീകരവാദികളെ ചെറുക്കാനാണ് വിമാനം കൈമാറുന്നതെന്ന അമേരിക്കയുടെ വാദത്തോട് യോജിക്കാനാകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. 8 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് വിൽക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. $700 മില്യൺ ഇടപാടിന് അമേരിക്കൻ കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ട്. The state leadership will come and present their opinion to the Central Committee. Central Committee will take its final decision. As far as I am concerned, no decision on this matter has been taken. It will be taken by the Politburo and the Central Committee meeting. അതേസമയം ബംഗാളിലെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സഖ്യവുമായി ബന്ധപ്പെട്ട് CPM കേരള ഘടകം പരസ്യ നിലപാടെടുത്തു. സഖ്യത്തെ അനുകൂലിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇന്ന് കോൺഗ്രസുമായിട്ട് ഏതെങ്കിലും തരത്തിൽ മുന്നണി ഉണ്ടാക്കുക എന്നുള്ളൊരു അജണ്ട CPMന്റെ മുമ്പിലില്ല. കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് വിയോഗം സംഭവിച്ചത്. ജ്ഞാനപീഠം, പത്മശ്രീ, പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ ON കൃഷ്ണക്കുറുപ്പിന്റെയും K ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും ഇളയ മകനാണ്. 1931 മെയ് 27-നാണ് ജനനം. കൊല്ലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ശങ്കരമംഗലം ഹൈസ്കൂളിൽ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1948-ൽ ഇന്റർമീഡിയറ്റ് പാസായ ONV കൊല്ലം SN കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. 1952-ൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1955-ൽ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ദേശീയാധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സെന്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മുംബൈയിൽ ബാന്ദ്ര കുർല കോംപ്ലക്സിലെ സെന്റർ ഉദ്ഘാടനം ചെയ്ത് മേക്ക് ഇൻ ഇന്ത്യ വീക്കിനും മോദി തുടക്കം കുറിച്ചു. കേന്ദ്രവും മഹാരാഷ്ട്ര സർക്കാരും സംയുക്തമായാണ് മേക്ക് ഇൻ ഇന്ത്യ വീക്ക് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും വിവിധ മേഖലകളിലെ കണ്ടുപിടുത്തങ്ങളും നിർമ്മിതികളും മേക്ക് ഇൻ ഇന്ത്യ വീക്കിലെ സ്റ്റാളുകളിൽ പ്രദർശിപ്പിക്കും. മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് മേക്ക് ഇൻ ഇന്ത്യ. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിനെ ചൊല്ലി CPMൽ കടുത്ത ഭിന്നത. കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് CPM ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടു. 54 അംഗ സംസ്ഥാന സമിതിയിൽ 43 പേർ അനുകൂലിച്ചപ്പോൾ 11 പേർ മാത്രമാണ് എതിർത്തത്. എതിർത്തവരിൽ തന്നെ പലരും കോൺഗ്രസുമായി നീക്കുപോക്കാകാമെന്ന അഭിപ്രായത്തോട് യോജിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ബംഗാൾ ഘടകത്തിന്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ട്. എന്നാൽ പ്രകാശ് കാരാട്ടും S രാമചന്ദ്രൻ പിള്ളയും അടക്കമുള്ള ഒരു വിഭാഗം കേന്ദ്ര നേതാക്കളും കേരള ഘടകവും സഖ്യത്തെ എതിർക്കുകയാണ്.
ബംഗാളിൽ സിപിഐഎം കോൺഗ്രസുമായി കൂട്ടുകൂടുന്നുവെന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ബിജെപിയുടെ വർഗീയതയെയും കോൺഗ്രസിന്റെ നയങ്ങളെയും ഒരുപോലെ എതിർക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബജറ്റ് പിൻവലിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉമ്മൻചാണ്ടി നടത്തിയത്. ബജറ്റ് വോട്ട് ഓൺ അക്കൌണ്ട് ആക്കി മാറ്റണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ജിജി തോമസിന് കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനം ദുരുദ്ദേശപരമാണെന്നും പിണറായി പറഞ്ഞു. എത്ര കഴിവുള്ള ഉദ്യോഗസ്ഥനായാലും കാലാവധി കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുകയാണ് വേണ്ടത്. തിരഞ്ഞെടുപ്പ് സമയമല്ലാത്തതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട വിഷയമല്ല ഇതെന്നും പിണറായി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ചു പോരാടാൻ ആഹ്വാനം ചെയ്ത് ഇന്ത്യ UAE സംയുക്ത പ്രഖ്യാപനം. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കുന്നതിനെ ചെറുക്കുന്നതിനായി കൈകോർക്കാനും ആഹ്വാനം ചെയ്ത് ഇന്ത്യ UAE സംയുക്ത പ്രഖ്യാപനം നടന്നു. ഭീകരവാദത്തെ ന്യായീകരിക്കുന്നതിനും സഹായിക്കുന്നതിനും മതത്തിന്റെ മേൽവിലാസം ഉപയോഗിക്കുന്നതിനെ ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഭീകരവാദത്തെ രാജ്യനയവുമായി കൂട്ടിക്കുഴക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായി രംഗത്തുവന്ന ഇന്ത്യയും UAEയും ഇതിനെതിരെ ആഗോള കൂട്ടായ്മ ഉണരേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഭീകരർക്കെതിരെ പോരാട്ടത്തിലെ ഇരട്ടത്താപ്പുകളെ നിശിതമായി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വിവിധ തലങ്ങളിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. വിവിധ രൂപത്തിലുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടം, സമുദ്ര സുരക്ഷ, സൈബർ സുരക്ഷ തുടങ്ങിയവയിൽ കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കും. എണ്ണ, തുറമുഖം, കപ്പൽ ഗതാഗതം, റോഡ്, റെയിൽ മേഖലകളിൽ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനും UAE സന്നദ്ധത അറിയിച്ചു. UN-ൽ ഇന്ത്യ മുന്നോട്ടുവച്ച രാജ്യാന്തര തീവ്രവാദത്തെക്കുറിച്ചുള്ള വിശാല കൺവെൻഷനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. പത്താൻകോട്ട് തീവ്രവാദി ആക്രമണ സമയത്ത് UAE നൽകിയ ഐക്യദാർഢ്യത്തിന് ഇന്ത്യ നന്ദി അറിയിച്ചു. UN സെക്യൂരിറ്റി കൌൺസിലിലെ സ്ഥിരാംഗത്തിനുള്ള ഇന്ത്യയുടെ അവകാശവാദത്തിന് നൽകുന്ന പിന്തുണക്കും കൃതജ്ഞത അറിയിച്ചു. ഡൽഹി, മുംബൈ വ്യവസായ ഇടനാഴി, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതികളിൽ സഹകരിച്ച് ഇന്ത്യയുടെ വികസനത്തിൽ പങ്കാളികളാവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയെ ക്ഷണിച്ചു. ഇന്ത്യയിൽ സ്ട്രാറ്റജിക് പെട്രോളിയം ശേഖരം ആരംഭിക്കുന്നതിനും ധാരണയായി. സഹകരണത്തിന്റെ കൂടുതൽ സാധ്യതകൾ വെട്ടിത്തുറന്ന് ഇരു രാജ്യങ്ങളും 7 കരാറുകളിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു. ഇന്നലെ മുംബൈയിലെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സന്ദർശിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെൻട്രൽ ബാങ്ക് ഓഫ് UAEയും കറൻസി വിനിമയ കരാറിലും ഒപ്പിട്ടു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അറിയിച്ചു. വാണിജ്യ നികുതി നയം തിരുത്തുക, വാണിജ്യ നികുതി കമ്മീഷണറുടെ അന്യായ ഉത്തരവ് റദ്ദാക്കുക, ക്ഷേമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക, വാടക നിയന്ത്രണ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 6 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 19-ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഇന്ത്യയിലെത്തുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള തന്റെ ആദ്യത്തെ വിദേശ സന്ദർശനമാണിത്. പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് വ്യാഴാഴ്ച രാത്രി നടന്ന മന്ത്രിസഭാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി സർക്കാർ വക്താവ് വിവരവാർത്താ വിതരണ മന്ത്രി ഷേർദാൻ റായ് പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ബിഷ്ണു റിമാൽ പറഞ്ഞു. ഇന്ത്യയുമായി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരിക, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരിക, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത്
മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാലിക, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കേരളത്തിലെ ആദ്യത്തെ ആത്മീയ ഭൌതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമായ അരീക്കോട് മജ്മഇന്റെ 30ാം വാർഷിക 4ാം സനദ്ദാന സമ്മേളനം ഈ മാസം 14-ന് ആരംഭിക്കും. ഒരു വർഷം നീണ്ടുനിന്ന 30 കർമ്മപരിപാടികളുടെ പൂർത്തീകരണമായാണ് സമാപന സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മജ്മ സിറ്റി സ്ക്വയർ, 30 കിണറുകൾ നിർമ്മിച്ചു നൽകൽ, 30 വിധവകൾക്ക് ആട് വിതരണം, 30 രോഗികളെ ദത്തെടുക്കൽ, മുതഅല്ലിം സ്കോളർഷിപ്പ്, ദഅ്വാ പുരസ്കാരം, മഹല്ല് തല ദഅ്വാ പ്രഭാഷണങ്ങൾ, മെഡിക്കൽ കാർഡ് വിതരണം, ഉലമ കോൺഫറൻസ്, മുതഅല്ലിം കോൺഫറൻസ്, ഉമറ സമ്മേളനം, മുഅല്ലിം കോൺഫറൻസ്, വിദ്യാർത്ഥി സമ്മേളനം, തലമുറ സംഗമം, ഡോക്യു ഫെസ്റ്റ്, മെഡിക്കൽ ക്യാമ്പ് എന്നീ പരിപാടികൾ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നുവരുന്നു. ഇന്ന് വൈകിട്ട് സാമൂഹിക അയൽക്കൂട്ടം സൌഹൃദ സമ്മേളനം നടന്നു. നാളെ രാവിലെ 9-ന് KC അബൂബക്കർ ഫൈസി പതാക ഉയർത്തും. സയ്യിദ് മുഹമ്മദ് തുറാബ് അസ്സഖാഫി ഉദ്ഘാടനം ചെയ്യും. 15-ന് വൈകിട്ട് ആദർശ സമ്മേളനം AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. 16-ന് നടക്കുന്ന സമാപന സമ്മേളനം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ സനദ്ദാനം നിർവഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സനദ്ദാന പ്രഭാഷണം നടത്തും. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ മലേഷ്യ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, സി മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി പ്രസംഗിക്കും. നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ പ്രഥമ ദഅ്വാ പുരസ്കാരം ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ KC അബൂബക്കർ ഫൈസി, KK അബൂബക്കർ ഫൈസി, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, മുനവ്വർ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേളി ജാമിയ സഅദിയ അറബിയുടെ 46ാം വാർഷിക സമ്മേളന ഭാഗമായുള്ള മുസ്ലിം ജമാഅത്ത് സമ്മേളനം BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയുടെ അധ്യക്ഷതയിൽ ലക്ഷദ്വീപ് MP PP ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് തൊയ്യിബുൽ ബുഖാരി തൃക്കരിപ്പൂർ പ്രാർത്ഥന നടത്തി. അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ വിഷയാവതരണം നടത്തി. ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, മജീദ് കക്കാട്, KMA റഹീം, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, അബൂ ഹനീഫൽ ഫൈസി തെന്നല, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, സുലൈമാൻ കരിവള്ളൂർ, ഹുസൈൻ സൈദി KC റോഡ്, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. SA അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി സ്വാഗതം പറഞ്ഞു. 8 മാസം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിൽ അഹമ്മദ് ഖൈസിനെ ദേളി ജാമിയ സഅദിയ സനദ്ദാന മഹാസമ്മേളനത്തിൽ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് കക്കാട് ആദരിച്ചു. മടവൂർ CM സെന്ററിൽ നിന്ന് പഠിച്ചിറങ്ങി വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഗമം നാളെ മടവൂർ CM സെന്ററിൽ നടക്കും. ഉച്ചയ്ക്ക് 2:30-ന് ആരംഭിക്കുന്ന പരിപാടിയിൽ TK അബ്ദുറഹ്മാൻ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തും. സ്ഥാപന ഭാരവാഹികൾ, ഉസ്താദുമാർ, അധ്യാപകർ സംബന്ധിക്കും. മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും സംബന്ധിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഅദിൻ അക്കാദമി വൈസനിയം ആഘോഷത്തോടനുബന്ധിച്ച് കോളേജ് ഓഫ് ഇസ്ലാമിക് ശരിയ സംഘടിപ്പിച്ച ആർട്ട് ലൈവ് 2ാം എഡിഷന് പ്രൌഢോജ്വല തുടക്കം. വൈകിട്ട് 4-ന് മഅദിൻ ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ തങ്ങളുടെ സർഗാത്മക കഴിവുകൾ സമൂഹ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തണമെന്നും കലാപരിപാടികളും മത്സരങ്ങളും ധാർമ്മികതയിൽ അധിഷ്ഠിതമാക്കാൻ പുതുതലമുറ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. 3 ദിനങ്ങളിലായി നടക്കുന്ന ആർട്ട് ലൈവ് 2ാം എഡിഷനിൽ ഇന്റർനാഷണൽ സമ്മിറ്റ്, ഹെഡ് ടു ഹെഡ്, ഇന്റർനാഷണൽ ഉലമ ഇന്ററാക്ഷൻ, സെമിനാർ കോമ്പറ്റീഷൻ, പബ്ലിക് പ്രസന്റേഷൻ, തസ്നീഫ്, നഷീദ ഈവ്, വോക്കൺ ട്രാൻസ്ലേഷൻ തുടങ്ങി വൈവിധ്യങ്ങളായ 60 മത്സരങ്ങളിലായി 100-ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു.
അടുത്ത അധ്യയന വർഷം കോഴിക്കോട് ജില്ലയിൽ 10,000 വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ നൽകാൻ SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരാറുള്ള എജു ഹെൽപ്പ് പദ്ധതികളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ ഫണ്ട് ശേഖരണ ദിനമായി ആചരിക്കും. മുഴുവൻ യൂണിറ്റുകളിലും ഗൃഹസന്ദർശനം നടത്തി സ്പോൺസർമാരെ കണ്ടെത്തും. സൌജന്യ വിതരണത്തിനു വേണ്ടി SSF ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച വിസ്ഡം നോട്ടുബുക്കുകളുടെ പ്രകാശനം TK അബ്ദുറഹ്മാൻ ബാഖവിക്ക് നൽകി സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ നിർവഹിച്ചു. അബ്ദുസമദ് സഖാഫി വയനാട് അധ്യക്ഷത വഹിച്ചു. TK റിയാസ്, MT ശിഹാബുദ്ദീൻ സഖാഫി സംബന്ധിച്ചു. പ്രസ്ഥാന ബന്ധുക്കൾക്ക് സൌജന്യ നിരക്കിൽ പുസ്തകങ്ങൾ വാങ്ങാനും സാധിക്കും. SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ സാരഥികളുടെ സോൺ പര്യടന പരിപാടി മുവാജഹ 2016 നാളെ കാന്തപുരം സാദാത്ത് നഗറിൽ തുടക്കമാകും. രാവിലെ 10 ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി അളമരം വിഷയം അവതരിപ്പിക്കും. വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി, അഫ്സൽ കൊള്ളാരി, ഷുക്കൂർ സഖാഫി, നാസർ ചെറുവാടി സംബന്ധിക്കും. യൂണിറ്റ് ഭാരവാഹികളും സർക്കിൾ, സോൺ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുക്കുന്ന വിപുലമായ പ്രവർത്തന സംഗമങ്ങളാണ് മുവാജഹയുടെ ഭാഗമായി നടക്കുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേക്ക് ഇൻ ഇന്ത്യ സെന്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച കടയടപ്പ് സമരം. പാകിസ്ഥാന് യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിനെതിരെ ഇന്ത്യ. 6 ദിവസത്തെ സന്ദർശനത്തിനായി നേപ്പാൾ പ്രധാനമന്ത്രി ഈ മാസം 19 ഇന്ത്യയിലെത്തും. മലയാളത്തിന്റെ കാവ്യവിസ്മയം ONV കുറുപ്പ് അന്തരിച്ചു. കേരളത്തിലെ പ്രഥമ ആത്മീയ ഭൌതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമായ അരീക്കോട് മജ്മഅ് സമ്മേളനം നാളെ ആരംഭിക്കും. ബംഗാളിൽ കോൺഗ്രസുമായി CPIM സഖ്യമില്ല, വാർത്ത കെട്ടിച്ചമച്ചതെന്ന് പിണറായി വിജയൻ. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടാൻ ആഹ്വാനം ചെയ്ത് ഇന്ത്യ UAE സംയുക്ത പ്രഖ്യാപനം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.